ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് ഏത്തപ്പഴവും ഗോതമ്പ് പൊടിയൊക്കെ വെച്ചിട്ട് വളരെ രുചികരമായിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന നല്ലൊരു പലഹാരമാണ് കേട്ടോ. നല്ലൊരു നാടൻ പലഹാരമാണ് നമ്മൾ തയ്യാറാക്കുന്നത്. എല്ലാവർക്കും ഇഷ്ടപ്പെടും. നമ്മുടെ വീട്ടിലെ ഏത്തപ്പഴമൊക്കെ അധികം വരികയാണെങ്കിൽ, കറുത്തു പോയിട്ടുള്ള ഏത്തപ്പഴമൊക്കെ ആണെങ്കിൽ അത് വെച്ചിട്ട് നമുക്കിത് തയ്യാറാക്കാവുന്നതാണ് കേട്ടോ. കുട്ടികൾ കഴിക്കുകയും ചെയ്യും. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ആദ്യം തന്നെ ഒരു കടായി അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് ഞാൻ 1 ടീസ്പൂൺ നെയ്യാണ് ചേർത്ത് കൊടുക്കുന്നത്. നെയ്യ് നന്നായിട്ടൊന്ന് ഉരുക്കി വരുമ്പം അതിലേക്ക് നമുക്ക് കുറച്ച് കിസ്മിസ് ഇട്ട് കൊടുക്കാം. കിസ്മിസ് നല്ല രീതിയിലൊന്ന് വറുത്തെടുക്കണം. ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുത്തുകൊണ്ട് തന്നെ നമുക്കൊന്ന് വറുത്തെടുക്കാം. കിസ്മിസ് ഒക്കെ നല്ലതുപോലെ ഒന്ന് ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിതിലേക്ക് ചേർക്കേണ്ടത് ഏത്തപ്പഴമാണ്. ഞാനൊരു 3 ഏത്തപ്പഴം എടുത്തിട്ടുണ്ട്. നന്നായിട്ട് പഴുത്ത ഏത്തപ്പഴമാണ് കേട്ടോ. അത് 4ആയിട്ട് കീറിയ ശേഷം ചെറിയ കഷ്ണങ്ങളായിട്ടൊന്ന് കട്ട് ചെയ്തിട്ടുള്ളതാണ്. അതും കൂടി ഇട്ട് കൊടുത്തിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് കുറച്ച് നട്ട്സും കൂടി ഇട്ട് കൊടുക്കാം. കുറച്ച് ബദാമും കാഷ്യൂമാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അതൊന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ കയ്യിലുള്ള ഏത് നട്ട്സ് വേണമെങ്കിലും നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ. പീനട്ടൊക്കെ നമുക്ക് ഇതിലേക്ക് ചേർക്കാവുന്നതാണ്. അതിന് കൂടെ തന്നെ നമ്മൾ ചേർക്കുന്നത് കുറച്ച് ഏലക്കാപ്പൊടിയാണ്. ഏലക്കയും പഞ്ചസാരയും കൂടി ചേർത്ത് പൊടിച്ചതാണ് കേട്ടോ. ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. നമ്മുടെ ഏത്തപ്പഴമൊക്കെ നല്ലതുപോലെ വെന്ത് നന്നായിട്ട് വഴണ്ട് വരും. ഇത് അടച്ചു വെച്ച് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. തുറന്നു വെച്ച് കൊടുത്തുകൊണ്ട് തന്നെ 2-3 മിനിറ്റ് നമ്മൾ ഇതുപോലെ ഒന്ന് ഇളക്കി ചേർത്ത് കൊടുത്താൽ മാത്രം മതി. ഇപ്പോൾ അതാ കണ്ടില്ലേ, ഒരു 3 മിനിറ്റ് കഴിഞ്ഞപ്പോൾ തന്നെ ഏത്തപ്പഴമൊക്കെ നല്ലതുപോലെ വഴണ്ട് വെന്ത് ഈ ഒരു രീതിയിൽ വന്നിട്ടുണ്ട്. ഞാനിത് അടച്ചു വെച്ചൊന്നും കൊടുത്തിട്ടില്ല. അപ്പോൾ ഇനി നമുക്കിതിലേക്ക് ചേർക്കേണ്ടത് തേങ്ങ ചിരകിയതാണ്. 2 പിടി തേങ്ങ ചിരകിയതാണ് ഞാൻ ഇതിലേക്ക് ചേർക്കുന്നത്. അതും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി ചേർത്തൊന്ന് തേങ്ങയൊക്കെ നല്ലതുപോലെ ഒന്ന് ചൂടായിട്ട് വരുന്ന രീതിയിലൊന്ന് ഇളക്കി ചേർത്ത് കൊടുക്കുക. തേങ്ങ ഇട്ട് കൊടുത്ത ശേഷം നമ്മൾ ഒരുപാട് നേരം ഇത് വഴറ്റിയെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. തേങ്ങ ചെറുതായിട്ടൊന്ന് ചൂടായാൽ മാത്രം മതി. നമ്മുടെ വീട്ടിലെ നേന്ത്രപ്പഴമൊക്കെ വാങ്ങുന്ന സമയത്ത് ഇതുപോലെ തൊലി കറുത്തുപോയ നേന്ത്രപ്പഴം ഉണ്ടെങ്കിൽ കുട്ടികളായാലും വലിയവരായാലും കഴിക്കാനൊരു മടിയായിരിക്കും. അത് വെച്ചിട്ട് നമുക്ക് ഇതേപോലുള്ള പലഹാരം ഉണ്ടാക്കി എടുക്കാവുന്നതാണ്. എല്ലാവരും കഴിക്കുകയും ചെയ്യും. ഇപ്പോൾ ഇതാണ് നന്നായിട്ട് എല്ലാം ഒന്ന് വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്തിട്ട് ഇതൊന്ന് തണുക്കാനായിട്ട് മാറ്റി വെക്കാം. അപ്പോൾ നമ്മുടെ നേന്ത്രപ്പഴത്തിൻ്റെ കൂട്ടൊക്കെ ഒന്ന് തണുത്ത് വരട്ടെ. ആ നേരം കൊണ്ട് തന്നെ ഞാൻ ഒരു ബൗളിലേക്ക് 2 കപ്പ് ഗോതമ്പ് പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. ഇപ്പം നമ്മുടെ ഈ നേന്ത്രപ്പഴത്തിൻ്റെ ചൂടൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട്. ചെറിയ ചൂട് മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ഈ ഗോതമ്പ് പൊടിയിലേക്ക് ഇത് ഇട്ട് കൊടുക്കുകയാണ്. കുറച്ച് ഞാനൊന്ന് മാറ്റി വെക്കുന്നുണ്ട്. നമുക്ക് പിന്നീട് ആവശ്യമായിട്ട് വരും. അതിനുശേഷം ഇതെല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കുന്നുണ്ട്. ഗോതമ്പ് പൊടിയും അതുപോലെ തന്നെ നമ്മുടെ ഈ നേന്ത്രപ്പഴത്തിൻ്റെ കൂട്ടും എല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കി ചേർത്തെടുക്കുക. ഇനി നമ്മളിതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ട് ചേർക്കുന്നത് ശർക്കരയാണ്. ഞാൻ ഒരു 2 കഷ്ണം ശർക്കര കുറച്ച് വെള്ളവും കൂടി ചേർത്തിട്ട് ഒന്ന് മെൽറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അതും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി ചേർത്ത് യോജിപ്പിച്ചെടുക്കാം. പോരാത്തതിന് നമ്മൾ കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഒരുപാടങ്ങ് ലൂസായി പോകരുത്. കുറച്ച് തിക്കായിട്ട് വേണം നമ്മളത് തയ്യാറാക്കി എടുക്കാനായിട്ട് കേട്ടോ. നമ്മുടെ മധുരത്തിൻ്റെ അനുസരിച്ച് നമുക്ക് ശർക്കരയുടെ അളവ് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാവുന്നതാണ്. ഈ ഒരു പരുവത്തിൽ വേണം നമ്മളിത് മിക്സ് ചെയ്തെടുക്കാനായിട്ട്. ഒരുപാട് ലൂസായി പോകരുത്. നമ്മളിങ്ങനെ സ്പൂൺ കൊണ്ട് കോരി ഒഴിക്കുമ്പോൾ ഇതേപോലെ താഴേക്ക് വീഴണം. ആ ഒരു രീതിയിൽ വേണം നമ്മളിത് ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ ഇനി ഞാനിവിടെ എടുത്തേക്കുന്ന ഒരു കേക്ക് ടിന്നാണ്. അതിലേക്ക് ഞാനൊരു 1/4 ടീസ്പൂൺ നെയ്യാണ് ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് ഈ നെയ്യ് ഈ പാത്രത്തിൻ്റെ എല്ലാ സൈഡിലും ആവുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് ഗ്രീസ് ചെയ്ത് കൊടുക്കുക. ഇനി നമ്മുടെ കയ്യിൽ കേക്ക് ടിൻ ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിലൊക്കെയുള്ള ചെറിയ പാത്രത്തിലൊക്കെ നമുക്ക് തയ്യാറാക്കി എടുക്കാവുന്നതാണ്. അല്ലെങ്കിൽ പ്ലേറ്റിൽ വേണമെങ്കിൽ നമുക്കിത് ചെയ്തെടുക്കാവുന്നതാണ് കേട്ടോ. കുറച്ച് നെയ്യ് തടകിയ ശേഷം ഇതുപോലെ ഒന്ന് ഒഴിച്ചു കൊടുത്താൽ മാത്രം മതി. അതുപോലെ തന്നെ നമ്മുടെ ഇഡലിത്തട്ടിലും നമുക്കിതുപോലെ നമ്മൾ ഇഡ്ഡലിയൊക്കെ തയ്യാറാക്കുന്ന രീതിയിൽ കുറച്ച് ഇതുപോലെ ഒഴിച്ചു കൊടുത്തിട്ട് തയ്യാറാക്കി എടുക്കാവുന്നതാണ്. ഏതാണ് നമുക്ക് സൗകര്യം എന്നനുസരിച്ച് അതേ രീതിയിൽ നമുക്ക് ചെയ്തെടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ അതാണ്ട് ഇത്രയും ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഒരു 3/4 ഭാഗത്തോളം ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നിറച്ച് നമ്മൾ ഒഴിക്കേണ്ട ആവശ്യമില്ല. ഇതിൻ്റെ മുകൾ വശമൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് ലെവൽ ചെയ്ത് കൊടുത്ത ശേഷം ഇതേപോലെ ഇത് ടാപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നേന്ത്രപ്പഴത്തിൻ്റെ കൂട്ട് ഇതിൻ്റെ മുകളിലേക്ക് ഞാൻ ചെറുതായിട്ടൊന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് വെന്ത് റെഡി ആയിട്ടൊക്കെ വരുമ്പോഴേ കാണുമ്പോൾ നല്ലൊരു ഭംഗിയായിരിക്കും. അതിനുവേണ്ടി ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ. ഇത് ഇങ്ങനെ വെക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. നമ്മൾ ഈ മാവിനകത്ത് നല്ലതുപോലെ ഇത് ചേർത്തിട്ടുണ്ട്. പക്ഷെ നമ്മൾ തയ്യാറാക്കി എടുക്കുമ്പോൾ ഒരു ഭംഗി വേണമല്ലോ. അതിനുവേണ്ടിയാണ് ഇതിൻ്റെ മുകളിലേക്ക് നമ്മളിത് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതാ കുറച്ച് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് സ്റ്റീം ചെയ്തെടുക്കണം. സ്റ്റീം ചെയ്യാൻ ആവശ്യമായിട്ടുള്ള വെള്ളം നമ്മൾ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതൊന്ന് തിളച്ച് വന്നിട്ടുണ്ട്. അതിലേക്ക് ഞാനൊരു സ്റ്റാൻഡും വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്നത് ഇതിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുത്ത ശേഷം ഇതൊന്ന് അടച്ചു വെച്ച് കൊടുത്തിട്ട് നമുക്ക് ആദ്യത്തെ 5 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് ആവി കയറ്റണം. അതിനുശേഷം ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുത്തിട്ട് ഒരു 20 മിനിറ്റ് നമുക്കൊന്ന് കുക്ക് ചെയ്യാം.
ഇതിലേക്ക് എത്രത്തോളം ആവി കിട്ടുന്നോ അതിനനുസരിച്ചായിരിക്കും ഇത് വെന്ത് കിട്ടുന്നത് കേട്ടോ. ചിലപ്പോൾ ഒരു 20 മിനിറ്റ് കൊണ്ട് വെന്ത് കിട്ടും, ചിലപ്പോൾ ഒരു 25-30 മിനിറ്റ് ഒക്കെ എടുക്കും. അപ്പോൾ അത് നമുക്കൊന്ന് അടച്ചു വെച്ചിട്ടൊന്ന് കുക്ക് ചെയ്യാം. അപ്പോൾ അതാ കണ്ടില്ലേ, ഒരു 25 മിനിറ്റ് ആയപ്പോൾ തന്നെ ഇത് നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ടായിരുന്നു. ഞാനത് വെളിയിലേക്ക് എടുത്തിട്ടുണ്ട്. അതിനുശേഷം ഞാനത് തണുക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ലതുപോലെ തണുത്ത് വന്നിട്ടുണ്ട്. ഇതാ കണ്ടില്ലേ, ഇതിൻ്റെ സൈഡൊക്കെ ഇപ്പോൾ തന്നെ വിട്ടിരിക്കുകയാണ്. എന്നാലും ഒരു സ്പാച്ചില വെച്ചിട്ട് ഞാൻ ഇതുപോലെ ഒന്ന് വിടിവിച്ച് കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ അടിവശം ഏത് രീതിയിലാണെന്ന് നമുക്ക് അറിയത്തില്ലല്ലോ. എന്നിട്ട് ഇതാ ഞാനൊരു പ്ലേറ്റിലേക്ക് മാറ്റുന്നുണ്ട്. നല്ല സൂപ്പറായിട്ടാണ് വന്നേക്കുന്നത്. ഒട്ടും ഇളകി പോവുകയോ ഒന്നും ചെയ്തിട്ടില്ല, നല്ല രീതിയിൽ തന്നെ കിട്ടിയിട്ടുണ്ട്. നന്നായിട്ട് ഇതിൻ്റെ ചൂടൊക്കെ മാറി തണുത്തതിന് ശേഷം മാത്രമേ ഇത് ഡീമോൾഡ് ചെയ്ത് എടുക്കാവൂ കേട്ടോ. ഇല്ലെങ്കിൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടുകയില്ല, ഇതിൻ്റെ സൈഡൊക്കെ പൊട്ടി പോകും. ഇനി ഇത് പെട്ടെന്ന് നമുക്ക് എടുക്കണമെന്നുണ്ടെങ്കിൽ ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം എടുത്തിട്ട് ആ പാത്രത്തിലേക്ക് നമ്മൾ ഇത് ഇറക്കി വെച്ച് കൊടുത്താൽ മാത്രം മതി. അപ്പോൾ പെട്ടെന്ന് തന്നെ ഇത് ഇളക്കി എടുക്കാൻ പറ്റും. നല്ല സൂപ്പറായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ഏത്തപ്പഴമൊക്കെ വാങ്ങുമ്പോഴേ എല്ലാവരും ഇതേപോലെ ഇത് ചെയ്ത് നോക്കുക, എല്ലാവർക്കും ഇഷ്ടമാകും. ഇതാ ഞാനിതൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇതാ കണ്ടില്ലേ, ഇതിൻ്റെ ഉള്ളൊക്കെ കണ്ടില്ലേ, നല്ല സൂപ്പറായിട്ട് വന്നിട്ടുണ്ട്. ആ നേന്ത്രപ്പഴവും കിസ്മിസും അതുപോലെ നമ്മൾ ചേർത്ത് കൊടുത്ത ആ നട്ട്സും ഒക്കെ കൂട്ടി കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. മധുരത്തിനനുസരിച്ച് ശർക്കരയുടെ അളവ് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാവുന്നതാണ്. അപ്പോൾ അതാ ഞാനിത് ചെറിയ ചെറിയ പീസായിട്ടൊന്ന് കട്ട് ചെയ്യുന്നുണ്ട്. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന നല്ലൊരു പലഹാരമാണ്. ഇതേ രീതിയിൽ കട്ട് ചെയ്തിട്ട് കുട്ടികളുടെ ലഞ്ച് ബോക്സിലായാലും അതുപോലെ ബ്രേക്ക്ഫാസ്റ്റിനും നമുക്ക് ഈവനിങ് സ്നാക്സ് ആയിട്ടൊക്കെ ഇത് കഴിക്കാവുന്നതാണ്. അപ്പോൾ എല്ലാവരും ഇതേപോലെ ഒന്ന് ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും അതേപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയുമായിട്ട് വളരെ പെട്ടെന്ന് തന്നെ കാണാം. അതുവരേക്കും ബൈ, താങ്ക് യു.